ഹായ് ഫ്രണ്ട്സ്, എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല, അവൾക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാം. എങ്ങനെ ഒരു പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? നോ ഹൗ ടു ഉപയോഗിക്കുക. നോ ഹൗ ടു ഇതിൻ്റെ നെഗറ്റീവാണ് ഡോണ്ട് നോ ഹൗ ടു. പറഞ്ഞു വരുന്നത്, നമ്മൾ നോ ഹൗ ടു എന്ന് പറയുന്ന ഈ ഒരു ഫ്രേസിൻ്റെ കൂടെ വെർബ് ഫസ്റ്റ് ഫോം വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനർത്ഥമാണ് എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെ ചെയ്യണമെന്നറിയാം എന്നർത്ഥം. ഓക്കെ, ഇനി ഇതിൻ്റെ നെഗറ്റീവാണ് ഡോണ്ട് നോ ഹൗ ടു. ഡോണ്ട് നോ ഹൗ ടു ഇത് എപ്പോഴാണ് ഉപയോഗിക്കുക? ഇത് ഉപയോഗിക്കുന്നത് ഐ അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ദേ വി എന്നാണ്. ഐ യു ദേ വി പ്ലൂറലായി കാണപ്പെടുന്ന ഈ സബ്ജക്റ്റുകളുടെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുക? നമ്മൾ നോ ഹൗ ടു അല്ലെങ്കിൽ ഡോണ്ട് നോ ഹൗ ടു ഉപയോഗിക്കുക. ഇനി ഹി ആണെങ്കിലോ അല്ലെങ്കിൽ ഷീ ആണെങ്കിലോ എന്ന് വെച്ചാൽ സിംഗുലർ ആണെങ്കിൽ അവിടെ നമ്മൾ നോ ഹൗ ടു എന്ന് പറയാതെ നോസ് ഹൗ ടു ഒരു എസ് ചേർത്ത് കൊടുക്കുക. ഒരു എസ് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് കൊടുക്കുക. എന്താണ്? നോസ് ഹൗ ടു. ഷീ നോസ് ഹൗ ടു. ഷീ നോസ് ഹൗ ടു. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ആണെന്ത്? ഡസൻ നോ ഹൗ ടു. ഷീ ഡസൻ നോ ഹൗ ടു. വി ആണെങ്കിലോ അല്ലെങ്കിൽ ഐ ആണെങ്കിലോ യു ആണെങ്കിലോ ദേ ആണെങ്കിലോ പ്ലൂറൽ ഫോം ആണെങ്കിൽ പറയണം യെസ് ഐ നോ ഹൗ ടു, വി നോ ഹൗ ടു, ദേ നോ ഹൗ ടു. ഇനി ഷീ ആണെങ്കിലോ ഷീ നോസ് ഹൗ ടു, ഹി നോസ് ഹൗ ടു. ഓക്കെ, ഇനി ഈ രണ്ടിൻ്റെയും പാസ്റ്റ് ആണ് എന്ന് വെച്ചാൽ കഴിഞ്ഞു പോയതാണ് ന്യൂ ഹൗ ടു എന്ന് വെച്ചാൽ ചെയ്യാൻ അറിയുമായിരുന്നു, എങ്ങനെ ചെയ്യണമെന്ന് അറിയുമായിരുന്നു പറയല്ലേ. അപ്പം ഞാൻ പറയാണ്, 2 വർഷം മുന്നേ എനിക്ക് കാർ ഓടിക്കാൻ അറിയുമായിരുന്നു. ഇനി ഇതിൻ്റെ നെഗറ്റീവാണ് ഡിഡിൻ നോ ഹൗ ടു. എന്താണ്? ഡിഡിൻ നോ ഹൗ ടു, എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്നായി. അപ്പം ഞാൻ പറയാണ്, 6 മാസങ്ങൾ മുന്നേ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലായിരുന്നു, ഇപ്പോൾ എനിക്ക് അറിയാം. ഓക്കെ, അപ്പം അങ്ങനെ പാസ്റ്റ് പറയുമ്പോഴാണ് നമ്മൾ ന്യൂ ഹൗ ടു എന്ന് പറയുക. അതിൻ്റെ നെഗറ്റീവാണ് ഡിഡിൻ നോ ഹൗ ടു. ഓക്കെ, ഇവിടെ സബ്ജക്റ്റ് പറയുന്ന വ്യക്തി അത് ഐ ആയാലും കുഴപ്പമില്ല, യു ആയാലും കുഴപ്പമില്ല, ഹി ഷി ഏതാണെങ്കിലും കുഴപ്പമില്ല. എന്താണ് നമ്മൾ പറയുന്നത്? ന്യൂ തന്നെയാണ്. ന്യൂ ഹൗ ടു, ഡിഡിൻ നോ ഹൗ ടു. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്നായി സെൻറ്റൻസ് ഉണ്ടാക്കാം. എനിക്ക് കാർ ഓടിക്കാൻ അറിയാം. എന്തെങ്ങനെ പറയാം? ഐ നോ ഹൗ ടു ഡ്രൈവ് എ കാർ. ഐ നോ ഹൗ ടു ഡ്രൈവ് എ കാർ. ഇനി എനിക്ക് പറയണം എനിക്ക് കാർ ഓടിക്കാൻ അറിയില്ല. ഇതേ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് പറയണം. അപ്പോൾ പറയാം ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ് എ കാർ. എന്താണ്? ഐ ഡോണ്ട് നോ ഹൗ ടു ഡ്രൈവ് എ കാർ. ഇനി നമുക്ക് ഐന് പകരം ഞാൻ ഉപയോഗിക്കുകയാണ് ഷീ. എങ്ങനെ? അവൾക്ക് കാർ ഓടിക്കാൻ അറിയാം എന്ന് പറയാം. എന്താ പറയാ? ഷീ നോ എന്നല്ല പറയേണ്ടത്, ഷീ നോസ് ആട്ടോ. ഷീ നോസ് ഹൗ ടു ഡ്രൈവ് എ കാർ. ഷീ നോസ് ഹൗ ടു ഡ്രൈവ് എ കാർ. ഇനി ഇത് പറയണം, അവൾക്ക് കാർ ഓടിക്കാൻ അറിയില്ല എന്ന് പറയണം. അപ്പം പറയാം ഷീ ഡസൻ നോ. ഷീ ഡോണ്ട് നോ എന്നല്ല പറയാ, ഷീ ഡസൻ നോ. ഷീ ഡസൻ നോ ഹൗ ടു ഡ്രൈവ് എ കാർ. ഷീ ഡസൻ നോ ഹൗ ടു ഡ്രൈവ് എ കാർ. ഇനി ഞാൻ പറയാണ്, ഒരു പുതിയ ബിസിനസ് എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ പറയാ ഐ നോ ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഐ നോ ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഇനി ഇതേ സെൻറ്റൻസിൻ്റെ നെഗറ്റീവ് എങ്ങനെ പറയാം? എനിക്കറിയില്ല ഒരു പുതിയ ബിസിനസ് എങ്ങനെ തുടങ്ങണമെന്ന്. അങ്ങനെ പറയുമ്പോൾ ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഐ ഡോണ്ട് നോ ഹൗ ടു സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ്. ഇനി ഞാൻ പറയാണ്, ഇതെങ്ങനെ തുറക്കണമെന്ന് അവൾക്കറിയില്ല. ഇത് എങ്ങനെ തുറക്കണമെന്ന് അവൾക്കറിയില്ല എന്ന് പറയുമ്പോൾ ഷീ ഡസൻ നോ. ഷീ ഡസൻ നോ ഹൗ ടു ഓപ്പൺ ഇറ്റ്. ഷീ ഡസൻ നോ ഹൗ ടു ഓപ്പൺ ഇറ്റ്. ഇനി എനിക്ക് പറയണം, 6 മാസം മുന്നേ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുമായിരുന്നു. 6 മാസം മുന്നേ എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയുമായിരുന്നു എന്ന് പറയുമ്പോൾ ന്യൂ ഹൗ ടു എന്ന് പറയാം. ഐ ന്യൂ ഹൗ ടു സ്പീക്ക് ഹിന്ദി. ഐ ന്യൂ ഹൗ ടു സ്പീക്ക് ഹിന്ദി. ഇനി എനിക്ക് നെഗറ്റീവ് പറയണം. എങ്ങനെ? ഞാൻ പറയാണ്, 2 വർഷം മുന്നേ എനിക്കൊരു കാർ ഓടിക്കാൻ അറിയില്ലായിരുന്നു എന്ന് പറയണം. അപ്പം പറയാം, അപ്പോൾ ഐ ഡിഡിൻ നോ. I didn't know how to drive a car.
ഐ ഡിഡിൻറ്റ് നോ ഹൗ ടു ഡ്രൈവ് എ കാർ. ഇതുപോലെ നമുക്ക് ഒരുപാട് സെൻറ്റൻസുകൾ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ ഇതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ ഉണ്ടാക്കി ചെയ്യുക, പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു എവരിവൺ.